നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കാത്തിരിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, സ്പെയിനും അർജൻറ്റീനയും അവരുടെ പ്ലേയിങ് 11 പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മൾ പ്രതീക്ഷ പോലൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളില്ല. ആദ്യം സ്പെയിനിൻ്റെ പ്ലേയിങ് 11 നോക്കാം. ഗോൾ കീപ്പറായിട്ട് ഉനായ് സിമോൺ, ഡിഫൻസിൽ ഐമറിക് ലപ്പോർട്ടും പാവ് കുബാർസിയും സെൻറ്റർ ബാക്കുമാരായിട്ട്, പിന്നെ ഇരുപാർശ്വങ്ങളിലായിട്ട് കുക്കറയും പെഡ്രോ പോറോയും, മധ്യനിരയിൽ റോഡ്രി, ഡാനി ഒൽമോ, ഫാബിയൻ റൂയിസ്, മുന്നേറ്റത്തിൽ ലമീൻ യമാൽ, ഒയർസബാൽ, അലക്സ് ബെയ്ന. മാറ്റങ്ങളില്ല. നമ്മൾ പ്രതീക്ഷിച്ച സെയിം 11 തന്നെയാണ്. നമ്മൾ ഇന്ന് ലൈവിൽ കുറച്ച് നേരത്തെ ഡിസ്കസ് ചെയ്ത സെയിം 11. ഇനി അർജൻറ്റീനയുടെ കാര്യത്തിലും അത് തന്നെ നമ്മൾ നേരത്തെ ലൈവിലൊക്കെ പറഞ്ഞ സെയിം 11 തന്നെയാണ്. അതായത് റോദ്രിഗോ ഡി ബോൾ സ്ക്വാഡിലേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മോളിനോയെ മാറ്റുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മോളിനോയെ മാറ്റി മൊണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ അർജൻറ്റീനയുടെ പ്ലേയിങ് 11 ഇങ്ങനെയാണ്. ഗോൾ കീപ്പറായിട്ട് എബി മാർട്ടിനസ്, ഡിഫൻസിൽ മൊണ്ടിയിലും റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും ടാഗ്ലിയാഫിക്കോയും. ദെൻ മധ്യനിരയിൽ റോദ്രിഗോ ഡി ബോൾ മടങ്ങിയെത്തിയിരിക്കുന്നു. കഴിഞ്ഞ കളിയിൽ ഹൂലിയാനോ സിമിയോണിയെ കളിച്ചിരുന്നു. ഡി ബോൾ മടങ്ങിയെത്തിയിരിക്കുന്നു. ഒപ്പം എൻസോ ഫെർണാണ്ടസും മാക്കലിസ്റ്ററും ഉണ്ട്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിക്കോ ഗോൺസാലസ് ഉണ്ട്. പരേഡസ് ഇല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരേഡസ് ഇല്ല. മെസ്സിയും ഹൂലിയൻ ആൽവരസും മുന്നേറ്റങ്ങൾ നയിക്കാനും ഇറങ്ങുന്നു. ഇതാണ് അർജന്റീനയുടെ പ്ലേയിങ് 11. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.